അല്പസമയം മുന്നേ അഭിഷേക് ജയദീപും നന്ദനയും തമ്മിൽ വലിയ വാക്കുതർക്കമെല്ലാം ലൈവിൽ നടക്കുന്നുണ്ട്. ജാൻമണി ജിൻഡോയുടെ അടുത്ത് ഹിന്ദിയിലെല്ലാം സംസാരിക്കുമ്പോൾ ഇത് മലയാള ഷോയാണ്, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കണമെന്നെല്ലാം നന്ദനയോട് പറയുന്നു. എന്നാൽ അത് കേട്ട് അഭിഷേകിന് അവിടെ ഇഷ്ടമായില്ല. അഭിഷേക് നന്ദനയുടെ അടുത്തായിട്ട് പറയുന്നു, നിന്നെയൊക്കെ എങ്ങനെ കയറ്റി വിട്ടു, തീരെ മനസാക്ഷി ഇല്ലാത്ത കൂട്ടങ്ങൾ, ഇതൊക്കെ വീട്ടുകാർ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗുണങ്ങളാണ്, അവര് നിന്നെ പഠിക്കാത്തതിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നെല്ലാം പറയുമ്പോൾ നന്ദനയ്ക്ക് അത് അവിടെ അത്ര ഇഷ്ടമാവുന്നില്ല. കാരണം വീട്ടുകാരെ എല്ലാം മെൻഷൻ ചെയ്തതുകൊണ്ട്. അങ്ങനെ നന്ദന ഈ കാര്യങ്ങളെല്ലാം അഭിഷേക് ശ്രീകുമാറിന്റെ അടുത്ത് പറയുമ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്, ഇത് നിനക്ക് കംപ്ലൈന്റ് ചെയ്തൂടെ, അവനെ ഇനി ഞാൻ വെറുതെ വിടില്ല, അവനുള്ള പണിയെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഓൺ ദ വേ എന്നെല്ലാം പറയുമ്പോൾ നന്ദന പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ കച്ചറയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ബട്ട് അവനെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അത് എന്തെന്നറിയോ, ലാലേന്റെ എപ്പിസോഡിൽ വെച്ച് അവന്റെ വായെല്ലാം ഞാൻ അടക്കി തരാം, എന്റെ വീട്ടുകാരെ വിളിക്കാനുള്ള റൈറ്റ് ഒന്നും അവനില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദന എല്ലാം അവിടെ പൊട്ടിത്തെറിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ അഭിഷേക് പറയുന്നുണ്ട്, എന്നെ ടോക്സിക് എന്ന് വിളിച്ചതിൽ എനിക്ക് കുഴപ്പമില്ല, ബട്ട് അവനെ എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം, ഞാൻ എന്തെങ്കിലും വിളിച്ചാൽ അത് കുഴപ്പമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ഇവിടെ ഷോ ഇടും. ഇതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ അവനൊരു മുട്ടം പണിയെല്ലാം കൊടുക്കുമെന്ന് പറയുമ്പോൾ സിബിൻ പറയുന്നു, അവൻ ഇവിടെ ഇപ്പോൾ കുറച്ച് ഓവറാണ്, വെറുതെ നല്ലവനായിട്ടുള്ള ഉണ്ണിയെല്ലാമായിട്ട് ഇവിടെ അഭിനയിക്കുകയാണെന്നെല്ലാം പറയുന്ന സിബിനെ എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. മിക്കവാറും അഭിഷേക് ജയദീപിന് ഇപ്രാവശ്യം ലാലേന്റെ കയ്യിൽ നിന്ന് നല്ല ചീത്തയെല്ലാം കേൾക്കാൻ സാധ്യതയുണ്ട്. നന്ദനയുടെ ഫാമിലി എല്ലാം ആവശ്യമില്ലാതെ വലിച്ചിട്ടതിനും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനെ ടോക്സിക് എന്നെല്ലാം വിളിച്ചുകൊണ്ട് കളിയാക്കുന്നതിനും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.